ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്ന് സിമ്പിളായിട്ട് വളരെ പെട്ടെന്ന് എന്നാൽ നല്ല ടേസ്റ്റിൽ നല്ല കട്ടിച്ചാറോട് കൂടി ഒരു ബീഫ് കറി ഉണ്ടാക്കിയെടുത്താലോ. അതിനായിട്ട് കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി ചതച്ചത്, അതുപോലെ തന്നെ ചെറിയുള്ളി ഇട്ട് കൊടുക്കുക. ചെറിയുള്ളി ഏകദേശം ഒരു 35 ഒക്കെ ഉണ്ടാവും കേട്ടോ. ഇനി നിങ്ങൾക്ക് ഇതിന് പകരം 2 സവാള വേണമെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ. ചെറിയുള്ളി ഇടുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുന്നത്. ഇനി മല്ലിച്ചീര, പുതിന, ഒരു തക്കാളി, 3-4 പച്ചമുളക്, കുറച്ച് പെരിഞ്ജീരകം, ഒരു 5-8 കുരുമുളക് പൊടികളായിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മസാലപ്പൊടികളും 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് പ്രഷർ കുക്കറിലേക്ക് മാറ്റി വെള്ളം ഒട്ടും ഒഴിക്കാതെ ഒരു 3-4 വിസിലടിച്ചെടുക്കുക കേട്ടോ. ഇനി ഒരു കടായിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. കറിവേപ്പിലേക്ക് നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോഴത്തേനും ഒരു മീഡിയം സൈസിലുള്ള സവാള അരിഞ്ഞതിട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് വഴച്ചാട്ടോ. ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ. ഉപ്പിടണ ഇത് കാണിക്കാൻ ഞാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നേ, അതുകൊണ്ടാണ് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ബീഫും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. ഒരു 2-3 മിനിറ്റ് നേരം കൈയെടുക്കാതെ ഇളക്കുക. ഇനി നിങ്ങൾക്ക് വെള്ളം ചാറിച്ചിരും കൂടെ വേണമെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ ഗ്ലാസ്സിൽ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുക. ഇനി കുറച്ച് മല്ലിച്ചീര, പുതിനയും കൂടി ഇട്ട് നല്ലോണം ഒന്ന് വറ്റി ഈ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുമ്പോഴത്തേനും നിങ്ങൾക്ക് ഫ്ലെയിം ഓഫ് ചെയ്യുക. നല്ല കട്ടിച്ചാറിൽ ഒരു തരി പോലും വെള്ളം ഒഴിക്കാനാണ് ഞാനിപ്പോൾ ഈ കറി വെച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം.